നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അരുണിങ്ങനെ കൈവയ്ക്കുമ്പോ വയറിനകത്ത് കുഞ്ഞു കിടന്ന് പിടയ്ക്ക. അച്ഛനാ കൈവച്ചേക്കുന്നേന്ന് കുഞ്ഞിന് മനസ്സിലായിന്നാ തോന്നുന്നേ. എന്താ കുഞ്ഞു തുടിക്കുന്നുണ്ടോ? അതേന്നെ. അരുൺ ചെവി വെച്ച് നോക്കി, അപ്പൊ മനസ്സിലാവും. അരുണിന്റെ കുഞ്ഞല്ലേ, ഒന്ന് ചെവി വെച്ച് നോക്ക്. അരുൺ ഒന്ന് വെച്ച് നോക്ക്. എനിക്കൊന്നും തോന്നുന്നില്ല. എന്നോട് മാത്രമല്ല, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടും അരുണ് എനിക്ക് സ്നേഹമില്ലാത്തോണ്ടാ. പക്ഷേ എനിക്കങ്ങനെയല്ല. ഇപ്പോ ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് അരുണിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരിക. ഇപ്പോഴും അരുൺ എന്റെ അടുത്ത് തന്നെ വേണമെന്നൊരു തോന്നല. ശോ, എത്രയും പെട്ടെന്ന് നമ്മുടെ കുഞ്ഞൊന്ന് പിറന്നു കിട്ടിയാ മതിയായിരുന്നു, അല്ലേ അരുണെ? അരുണ് മോൻ വേണോ മോള് വേണോ? അത് മോള് മതി. ഓ, ഒരു മോളുള്ളത് പോരാ, വീണ്ടും മോള് തന്നെ വേണം. എന്താ ശരി ആലോചിക്കുന്നത്? അല്ല, അരുണ് പെൺമക്കളോടാ ഇഷ്ടമല്ലേ? ആ, ചിലർക്ക് അങ്ങനെയാ. മൂത്തത് പെണ്ണായ ഇളയതും പെണ്ണാവണം. അല്ല, പെണ്ണ് തന്നെയാ നല്ലത്. എനിക്കോ മിസ് ഇന്ത്യ ആവാൻ പറ്റിയില്ല. നമ്മുടെ മോളെ നമുക്ക് മിസ് ഇന്ത്യ ആക്കണം, അല്ലേ അരുണേ? ആ, അല്ല, കുഞ്ഞ് ജനിക്കട്ടെ, അതൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഐശ്വര്യ റെസ്റ്റ് എടുക്ക. അയ്യോ, അത് പറ്റില്ല. അരുൺ പോവാൻ പറ്റില്ല. അരുണിന്റെ മടിയില് കുറച്ചുനേരം കിടക്കാൻ എനിക്ക് കൊതി തോന്നാ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അരുൺ ഇവിടെ ഇരിക്കുന്നേ. ഞാൻ കുറച്ചുനേരം ആ മടിയിലൊന്ന് കിടക്കട്ടെ. ശ്രീകുട്ടി വിളിച്ചിട്ട് ഒന്ന് അവിടം വരെ പോകാൻ പോലും പറ്റുന്നില്ലല്ലോ. അരുൺ എന്താലോചിക്കുക? എന്റെ തലയില് ഒന്ന് സ്നേഹത്തോടെ തടവി. ഈ മടി കിടന്ന് എനിക്കൊന്ന് ഉറങ്ങണം. അരുൺ പ്ലീസ് ഒന്ന് തടവ്. ഇന്ന് അരുൺ മോളെ കാണാൻ പോയതുപോലെ തന്നെ. ഇന്നെന്നല്ല, ഇനി ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. നോക്കിക്കോ.
എന്തേത്? എന്താ തുന്നുന്നേ? ദാ കഴിഞ്ഞു. ഇനി നോക്കി. കുഞ്ഞുടുപ്പാണല്ലോ, ഇതാർക്കാ? ആർക്കായിരിക്കും? മനസ്സിലായി, പിറക്കാൻ പോകുന്ന ഉണ്ണിക്കണ്ണന്. ഇത് ശ്യാമ എന്നെ തുന്നിയെടുത്തതാ? ആ അതെ. നന്നായിട്ടുണ്ട്. സത്യം? ആ, നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പൊ ശ്യാമയ്ക്ക് പാട്ട് മാത്രമല്ല, തുന്നലും വശമുണ്ടല്ലേ? കുറേശ്ശെ. ചെറുതിലെ അമ്മ പഠിപ്പിച്ചതാ. പിന്നെ ഇപ്പൊ നമ്മുടെ മോന്റെ ഓർമ്മ വന്നപ്പോ ഞാനിന്ന് പരീക്ഷ നോക്കിയതാ. ഇതിട്ടാ നമ്മുടെ ഉണ്ണിക്കണ്ണന് നല്ല ചെയ്യലായിരിക്കും അല്ലേ? പിന്നെ അവൻ ഇത് ഇട്ടിങ്ങനെ വെട്ടിക്കിടന്ന് കൈകാലിട്ടടിച്ച് ചിരിക്കുന്നത് കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ? ഉണ്ണിക്കണ്ണനെ നല്ല കുസൃതിയായിരിക്കും അല്ലേ? പിന്നല്ലാതെ. ഉണ്ണിക്കണ്ണൻ കുഞ്ഞിലെ എന്തെല്ലാം വികൃതികളെ കാട്ടിയത്. അപ്പോ നമ്മുടെ ഉണ്ണിക്കണ്ണന് ഒട്ടും മോശാവില്ല. ആ, അല്ലെങ്കിലും അഖിൽ സാറ് കുഞ്ഞിലെ മഹാവികൃതി ചെക്കനായിരുന്നു എന്നാ അമ്മ എന്നോട് പറഞ്ഞത്. അമ്മ ഒരുപാടിട്ട് ചുറ്റിച്ചിട്ടുണ്ടത്ര. സദാ സമയവും ഓട്ടവും ചാട്ടവും ബഹളവും ചിരിയും. അന്ന് ഈ വീട്ടിൽ എപ്പോഴും ഒരു ആഘോഷമായിരുന്നു എന്നാ അമ്മ എന്നോട് പറഞ്ഞത്. അപ്പോ അങ്ങനെ ഒരാളുടെ മോനും ഒട്ടും മോശമാകാൻ വഴിയില്ല. ഈ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് ചോദിച്ചു വെച്ചിരിക്കുക. പിന്നെ അതൊക്കെ അറിയണ്ടേ? അഖിൽ സാറിന്റെ കുഞ്ഞിലുള്ള വികൃതികള് പറഞ്ഞാലും പറഞ്ഞാലും അമ്മയ്ക്ക് മതി വരില്ല. അതൊക്കെ അമ്മ കഥ പോലെ പറയുന്ന കേൾക്കാനേ എനിക്ക് വലിയ രസാ. ഇപ്പോ വെറുതെ ഇരിക്കുമ്പോ ഞാൻ അതൊക്കെ ഓർത്തിങ്ങനെ സ്വപ്നം കണ്ടിരിക്കും. അപ്പൊ എന്റെ കൺമുമ്പില് അഖിൽ സാറിനെ പോലൊരു കുഞ്ഞാക്കി ഒരു ഉണ്ണിക്കണ്ണ് വികൃതിയൊക്കെ കാണിച്ച് ഇവിടേക്ക് ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നുണ്ടാവും. അതെ, സ്വപ്നം കണ്ടതൊക്കെ മതി. നേരെ ഒരുപാടായി. അങ്ങനെ ഉറക്കൊഴിച്ചിരിക്കാൻ പറ്റില്ല. കിടക്കാൻ നോക്ക്. കിടക്കാം. അതിനു മുമ്പ് സാറൊന്നിരിക്കെ. എനിക്ക് കുറച്ചു നേരം ദേ ഇവിടെ ഒന്ന് കിടക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.